ജാസ്മിൻ ജാഫർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. എല്ലാവർക്കും അറിയാം. അറൗണ്ട് ഇപ്പോൾ തന്നെ 1 മില്യൺ അടുപ്പിച്ചാകാറായ ഒരു ചാനലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അതുലിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ ഉണ്ട്. വേറെ ആരുമില്ല, ജാസ്മിൻ ജാഫർ. നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിൻ്റെ ഒക്കെ വിഷുവില് അതിൽ ഒരുപാട് റിയാക്ട് ചെയ്തേ അല്ലേ. അതിൽ റിയാക്ട് ചെയ്ത് ഒരുപാട് റിയാക്ട് ചെയ്ത് എന്നിട്ട് അവസാനം എന്ത് പറയണ്ട, ഈ പറയുന്ന മറ്റേ വ്യക്തി അവരുടെ കയ്യിൽ നിന്ന് അതിൽ നല്ല രീതിയിൽ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്ത് അതിൽ അത്യാവശ്യം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഈ പറയുന്ന അതുല് ഈ പറയുന്ന ജാസ്മിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ജാസ്മിനും അതുലിനെ പറ്റിയും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ജാസ്മിൻ ജാഫർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. എല്ലാവർക്കും അറിയാം. അറൗണ്ട് ഇപ്പോൾ തന്നെ 1 മില്യൺ അടുപ്പിച്ചാകാറായ ഒരു ചാനലൊക്കെയാണ്. അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്ക ദിവസം ഒരു വീഡിയോസൊക്കെ എക്സ്പ്രഷനും ഓരോ സംസാര രീതിയൊക്കെ പറയുകയാണ്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട യൂട്യൂബറാണ് അതിൽ. കാര്യം പുള്ളിക്കാരത്തിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ശരിയാ. ഈ പറയുന്ന മറ്റുള്ള കേസ് ഷാറുഖ് ഖാന്റെ ഒക്കെ കേസൊക്കെ പറയുന്നതും കാര്യം നമുക്ക് വീഡിയോ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അല്ലേ. കുറച്ച് എൻജോയ് ചെയ്തൊക്കെ ആയിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിക്കും ഭയങ്കരമായിട്ട്. അപ്പം ജാസ്മിൻ ഇതിനെ പറ്റിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അതുലിനെ പറ്റിയിട്ട്. വേറൊരു ചെറ്റ ഉണ്ടല്ലോ, എന്തായിരുന്നു അവന്റെ പേര്? അതുലാ. യോ മുത്ത് തങ്കം. നിനക്കത് കിട്ടണോടാ, നിനക്കത് തന്നെ കിട്ടണം. നിനക്ക് മുത്ത് തങ്കം. ഇതെന്താണ് സംഭവം അറിയത്തില്ല. കുറച്ച് നാൾക്ക് മുന്നേ വന്ന വോയിസ് ക്ലിപ്പാണ്. കാര്യം ജാസ്മിന്റെ ഒരു വോയിസ് ക്ലിപ്പ് പറ്റില്ല അവരുടെ ചാനലിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജാസ്മിൻ പറഞ്ഞ കുറച്ച് കാര്യമാണിത്. എന്താ സംഭവം എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും അത് കേട്ടു നോക്കാം. തങ്കക്കുടം അവന്റെ ഒരു വീഡിയോ എന്തോ ജാസ്മിൻ ജാഫറെ പറ്റിയുള്ള നഗ്ന ഓഡിയോ പുറത്ത്. ഞാൻ കൊള്ളാലോ. നല്ലത് കണ്ട നല്ലത് പറയണോന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ ഇത് തന്നെ. വേറെ ഒരു ചെറ്റ ഉണ്ടായിരുന്നല്ലേ അതിൽ ബോക്സ്. എന്റെ പൊന്നളിയ, എനിക്കിത് ഇത് ആക്ച്വലി ഞങ്ങളെ അവരെ ആക്ച്വലി ട്രോളാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ് ഇത് ആക്ച്വലി ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇവൻ ജാസ്മിന് മെസ്സേജ് അയച്ചതുമാണ്. ജാസ്മിന് മെസ്സേജ് അയച്ചിട്ട് അത് പിന്നെ ഇതിനെ പറ്റിയിട്ട് ആ ഒരു വിഷയം അവിടെ തീർന്നൊരു കാര്യമാണ്. പക്ഷെ ഇത് ഞങ്ങൾ ആക്ച്വലി ഉണ്ടാക്കിയൊരു ട്രോളാണ്. ഇത് കാണും തോറും നമുക്ക് ചിരി വരത്തേ ഉള്ളൂ. കാര്യം അതിൽ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി അപ്പുറത്ത് മാറി നിന്നിട്ട് വേറെ ഒരു ചെറ്റ ഉണ്ടല്ലേ അതിൽ ബോക്സ്. നിനക്കത് തന്നെ വേണോളോ, നിനക്കത് തന്നെ വേണം. സോ ഗൈസ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.